കാര്യം കൂടി ചെയ്തു തരാമോ? ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായ്? രക്തം കൊണ്ട് എഴുതിയ കഥയാണ്. തുടരണമെങ്കിൽ വീണ്ടും രക്തം വേണ്ടിവരും. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. പവർ. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാൻ അവൻ ഇവിടെ വന്നത്. 100% ഗ്യാരണ്ടി സർ ഉണ്ടാവും. നമ്മുടെ ബാഹുബലിയും KGF ഒക്കെ വരും. അടുത്ത കാലത്ത് മലയാള സിനിമയിൽ തിയേറ്ററുകളിൽ ഇങ്ങനെ ഒരു തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? പടം കിട്ടില്ല പടമാണ്. മേക്കിംഗ് കൊണ്ട് വളരെ നന്നായിട്ടാണ് രാജേട്ടൻ ചെയ്ത് വെച്ചേക്കുന്നത്. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ചുമ്മാ തകർത്ത് കലക്കനായിരുന്നു. വെക്കടാ ഇതിനു മീതെ. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ഡയറക്ഷൻ ലെവല് അൾട്ടിമേറ്റ്. പിന്നെ ഉണ്ടായിരുന്നോ അയ്യൊരു കളിയാ മോനെ. എക്സ്ട്രീം ലെവൽ, ബോളിവുഡ് ലെവൽ എടുത്തു വെച്ചേക്കുന്നത്. എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. കേവലം 19-ാം വയസ്സിൽ വില്ലനായി തുടങ്ങിയ മോഹൻലാൽ എന്ന മഹാനടന്റെ യാത്ര ഇതാ എമ്പുരാൻ എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിലെത്തി നിൽക്കുകയാണ്. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. അപ്പൊ വരുമാനങ്ങളൊക്കെ നല്ല ഞെരിപ്പായിട്ടുണ്ടല്ലേ കണക്കപ്പിള്ള? ഇരുവേങ്കല ഗ്രൂപ്പിന് ഇത് റെക്കോർഡ് തന്നെ. അന്യായം അണ്ണാ, അന്യായം. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. പിന്നെ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. ബസ് ഏക് ഇഷാര ഭായ്ജാൻ, ബസ് ഏക് ഇന്റസാർ ആയേഗാ. ഖുദാ ഹാഫിസ്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. Like you said, it's just a beginning. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ അടി സക്കേ.